സിനിമ ആരംഭിക്കുന്നത് തികച്ചും ഭയപ്പെടുത്തുന്ന ഒരു ഫൗണ്ട് ഫുട്ടേജ് ശൈലിയിലാണ്. സ്ക്രീനിൽ ആദ്യം തെളിയുന്നത് നിഗൂഢമായ അസൻക് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ ലോഗോയാണ്. ശേഷം 1990 ജൂൺ 19 എന്ന തീയതിയും നരേൻ വാൺ എന്ന ഒരു ഗവേഷകന്റെ വിവരങ്ങളും സ്ക്രീനിൽ മിന്നിമറിയുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് നരേൻ വാണിന്റെ ക്യാമറയിൽ പതിഞ്ഞ ശ്വാസം അടക്കി പിടിച്ചിരിക്കേണ്ട ചില ദൃശ്യങ്ങളാണ്. ബാക്ക് റൂംസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിഗൂഢമായ സ്ഥലം പര്യവേഷണം ചെയ്യുകയാണ് അവൻ. നരേൻ തൻ്റെ കയ്യിലുള്ള റേഡിയോയിലൂടെ സഹായത്തിനായി അലറുന്നുണ്ട്. അവൻ തൻ്റെ ഗ്രൂപ്പിൽ നിന്നും പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവൻ ഭയത്തോടെ റേഡിയോയിൽ പറയുന്നു, ഇവിടെ മറ്റെന്തോ ഒന്നുകൂടിയുണ്ട്. പെട്ടെന്ന് ഒരു കടൽക്കാക്ക ആ മുറിയിലേക്ക് പറന്നു വരുന്നു. ആ പക്ഷി വന്ന വഴിയിലൂടെ പുറത്തേക്ക് കടക്കാമെന്ന് കരുതി അവൻ ആ പക്ഷി വന്ന ദിശയിലേക്ക് വേഗത്തിൽ നടക്കുന്നു. നീളമുള്ള ആ വലിയ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവൻ തികച്ചും വിചിത്രമായ കാഴ്ചകൾ കാണുന്നു. കടകളുടെ വലിയ ബോർഡുകളും ഫർണിച്ചറുകളും പകുതി മാത്രം രൂപപ്പെട്ട അവസ്ഥയിൽ ചുവരുകൾക്കിടയിലൂടെ തുളച്ചു കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ പുറകിലുള്ള ഒരു വാതിൽ വലിയ ശബ്ദത്തോടെ തുറക്കുന്നു. അവിടെ നിന്ന് ഒരു ഭീമാകാരമായ രൂപം സാവധാനം പുറത്തു വരുന്നു. അതവനെ വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങുന്നു. അവൻ ജീവനും കൊണ്ട് ഓടുകയാണ്. ഒടുവിൽ അവൻ ഒരു വഴിയില്ലാത്ത ഒരിടത്ത് ചെന്നെത്തുന്നു. ആ രാക്ഷസൻ അവനെ ക്രൂരമായി പിടികൂടുന്നു. നമുക്ക് ആ രാക്ഷസന്റെ രൂപം വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവൻ്റെ ഭയപ്പെടുത്തുന്ന നിലവിളി വികൃതമാകുന്നതോടെ ആ ടേപ്പ് അവസാനിക്കുന്നു. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. ആ പഴയ TV സ്ക്രീനിന്റെ പ്രതിഫലനത്തിൽ വെള്ളക്കോട്ടിട്ട കുറച്ചു പേർ ഈ ദൃശ്യങ്ങൾ നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. തുടർന്ന് വലിയ അക്ഷരത്തിൽ ടൈറ്റിൽ സ്ക്രീൻ വരുന്നു, ബാക്ക് റൂംസ്. അടുത്ത രംഗത്തിൽ നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നു. ഒരു കുട്ടിയും അവളുടെ അമ്മയും തങ്ങളുടെ വീടിന് പുറത്തെ സിമന്റ് തറയിൽ കൈപ്പത്തികൾ പതിപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ ഒരു വലിയ കൺസ്ട്രക്ഷൻ വാഹനം വന്ന് ആ വീട് പൊളിക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഓർമ്മകൾക്ക് മുകളിലേക്ക് നിക്ഷേപിക്കുന്നതോടെ ആ രംഗം മുറിയുന്നു. ഇത് മേരിയാണ്. അവൾ നോക്കി നിൽക്കെയാണ് അവളുടെ കുട്ടിക്കാലത്തെ ആ വീട് തകർക്കപ്പെടുന്നത്. അവിടെ ഒരു പുതിയ ടവർ വികസന പദ്ധതി വരാൻ പോവുകയാണ്. തൊഴിലാളികൾ വലിയ ചുറ്റികകൾ ഉപയോഗിച്ച് ഓരോ അടിയായി അവളുടെ കുട്ടിക്കാലത്തെ ആ ഓർമ്മകളുടെ സിമന്റ് പതിപ്പ് തകർക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകാത്മകത വളരെ വ്യക്തമാണ്. നമ്മുടെ ഓർമ്മകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും പുതിയ കാലം അതിനെ എങ്ങനെ മായ്ച്ചു കളയുന്നു എന്നുമാണ് ഇത് കാണിക്കുന്നത്. അതേസമയം മീരയുടെ ഒരു വോയിസ് ഓവർ കേൾക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ലൂപ്പുകളും ശീലങ്ങളും പെരുമാറ്റ രീതികളും ഉണ്ട്. അവ നമ്മളെ വട്ടത്തിൽ തന്നെ നടത്തിക്കും. നിങ്ങൾ ഉണ്ടാക്കിയ ആ പാത കുട്ടിക്കാലത്ത് നിങ്ങളെ ഏറ്റവും സുരക്ഷിതമായി നിലനിർത്തിയ ഒന്നായിരുന്നു. ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ നമ്മൾ അടുത്ത പ്രധാന കഥാപാത്രമായ ക്ലാർക്കിനെ പരിചയപ്പെടുന്നു. ക്ലാർക്ക് ക്യാപ്റ്റൻ ക്ലാർക്ക് ഓട്ടോമൻ എംപയർ എന്ന ഒരു ഫർണിച്ചർ കടയുടെ ഉടമയാണ്. ഈ കഥയുടെ തുടക്കത്തിൽ കണ്ട ബാക്ക് റൂമിൽ ഒരു ഫർണിച്ചർ കടയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഓർക്കുക. ക്ലാർക്ക് കടയിലേക്ക് വരുമ്പോൾ പണമടയ്ക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിട്ടും അവൻ തുറന്നുപോലും നോക്കാത്ത ബില്ലുകൾ അവന്റെ ഓഫീസ് ഡെസ്കിൽ കുന്നുകൂടി കിടക്കുന്നത് കാണാം. അയാളുടെ ബിസിനസ് വളരെ വലിയ തകർച്ചയിലാണ് എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. ഇവിടെയാണ് വലിയൊരു രഹസ്യം വെളിപ്പെടുന്നത്. മേരി യഥാർത്ഥത്തിൽ ക്ലാർക്കിന്റെ തെറാപ്പിസ്റ്റ് ആണ്. ആ കേട്ട വോയിസ് ഓവർ അവരുടെ തെറാപ്പി സെഷന്റെ ഭാഗമായിരുന്നു. തെറാപ്പി സെഷനിടയിൽ ക്ലാർക്ക് തന്റെ ഉള്ളിലെ ഭയം തുറന്നു പറയുന്നു. ഞാൻ അറിയാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട്. എൻ്റെ പ്രകൃതം അങ്ങനെയാണ്. ഒരുപക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കാനായിരിക്കും എൻ്റെ വിധി. അവനെ സഹായിക്കാനായി അവർ ഒരു റോൾ പ്ലേ ചെയ്യുന്നു. അതിൽ ക്ലാർക്കിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് അവൻ്റെ ഭാര്യ ബാർബറയായി മേരി അഭിനയിക്കുന്നു. ക്ലാർക്കിന്റെ ജീവിതത്തിൽ മുൻപ് നടന്ന ഒരു രംഗം അവർ വീണ്ടും അഭിനയിക്കുകയാണ്. ഒരിക്കൽ ക്ലാർക്ക് മദ്യപിച്ച് വീട്ടിൽ വരികയും അബദ്ധത്തിൽ ഗ്ലാസ് പൊട്ടിക്കുകയും ചെയ്തു. ഇത് കേട്ടുണർന്ന ഭാര്യയുമായി അവൻ വലിയ വഴക്കുണ്ടാക്കി. വെറുമൊരു അഭിനയമാണെങ്കിലും ക്ലാർക്കിന് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വലിയ ദേഷ്യം വരികയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് അവനെക്കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യ വീണ്ടും പഠിക്കാൻ പോയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവർക്ക് കുട്ടികൾ വേണമെന്നുണ്ടായിരുന്നു. അതിനായി ക്ലാർക്ക് ഫർണിച്ചർ കട നടത്തി പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം ചെയ്തെങ്കിലും അവൻ അമിതമായി മദ്യപിക്കുകയും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. തനിക്കൊരു ആർക്കിടെക്റ്റ് ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വലിയ വിഷമവും നിരാശയും ദേഷ്യവും അവനുണ്ട്. ജീവിക്കാൻ വേണ്ടി ഫർണിച്ചർ വിറ്റ് ഇവിടെ കുടുങ്ങിപ്പോയതായി അവൻ കരുതുന്നു. താനൊരു ആർക്കിടെക്റ്റ് ആണെന്ന് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്ന പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് അവൻ. തനിക്കൊരു ഫർണിച്ചർ കട നടത്തേണ്ടി വരുന്നതിൽ അവൻ അങ്ങേയറ്റം ദേഷ്യത്തിലാണ്. ക്ലാർക്കിന്റെ ഓഫീസിലെ ചുവരുകൾ മുഴുവൻ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും സ്കെച്ചുകളും ഫ്ലോർ പ്ലാനുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പരാജയപ്പെട്ടു പോയ തന്റെ ആർക്കിടെക്ട് എന്ന സ്വപ്നത്തെയും ഓർമ്മകളെയും അവൻ എത്രത്തോളം മുറുകെ പിടിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. പിന്നീട് ക്യാപ്റ്റൻ ക്ലാർക്ക് എന്ന വേഷത്തിൽ അവൻ തന്റെ കടയുടെ ഒരു പരസ്യം ഷൂട്ട് ചെയ്യുന്നത് കാണാം. അവൻ ഒരു വലിയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ കസേര പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു. അവനെ സഹായിക്കാൻ അസിസ്റ്റന്റ് മാനേജർമാരായ ക്യാറ്റും ബോബിയും അവിടെയുണ്ട്. മറുഭാഗത്ത് മേരി തൻ്റെ വീട്ടിലിരുന്ന് സ്വന്തം പുസ്തകത്തിന്റെ പരസ്യം കാണുകയാണ്. അതൊരു ഓഡിയോ സെൽഫ് ഹെൽപ്പ് സീരീസ് ആണ്. അതിൽ പറയുന്നു, ജനൽ തുറക്കൂ, നിങ്ങളുടെ സ്വന്തം ഡിസൈനിന്റെ രചയിതാവാകൂ. ദ വിൻഡോ വിത്തിൻ എന്നാണ് അവളുടെ പുസ്തകത്തിന്റെ പേര്. കുട്ടിക്കാലത്ത് തകർന്ന വീടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നെടുത്ത ആ സിമന്റ് കൈപ്പത്തിയുടെ കഷ്ണം അവൾ തന്റെ ഡിന്നർ പ്ലേറ്റിനരികിലായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മകളെ മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ ഈ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള സമാനതകൾ ഈ സിനിമയിലുടനീളം കാണാം. ഇരുവരും ഒരേ മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. രാത്രിയിൽ ക്ലാർക്ക് തന്റെ ഫർണിച്ചർ കടയിൽ തന്നെയാണ് കിടക്കുന്നത്. അവൻ ബെഡിലിരുന്ന് മദ്യപിച്ചുകൊണ്ട് ഒരു പഴയ സയൻസ് ഫിക്ഷൻ സിനിമ കാണുന്നു.
അപ്പോൾ പെട്ടെന്ന് ടിവിയുടെ പവർ പോകുന്നു. കടയിലെ ലൈറ്റുകൾ മിന്നി മിന്നി അണഞ്ഞ് പൂർണ്ണമായി ഇരുട്ടാകുന്നു. അവൻ ബെഡ് സൈഡ് ടേബിളിൽ ഇരിക്കുന്ന ഭാര്യയുടെ ചിത്രം നോക്കി ഓർമ്മിക്കുന്നു. അവൻ കാറും എടുത്ത് പുറത്തേക്ക് പോകുന്നു. കാറിലിരുന്ന് അവൻ തെറാപ്പിസ്റ്റിന്റെ ആ ഓഡിയോ ടേപ്പ് കേൾക്കുന്നുണ്ട്. അവൻ ചെന്ന് നിൽക്കുന്നത് അവന്റെ പഴയ കുടുംബ വീടിന് മുന്നിലാണ്. ഇപ്പോൾ അവന്റെ ഭാര്യയാണ് അവിടെ താമസം. അവൻ കാറിലിരുന്ന് വെളിച്ചമില്ലാത്ത ആ ജനലിലേക്ക് നോക്കി വെറുതെ ഇരിക്കുന്നു. അവൾ ഉറങ്ങുകയായിരിക്കാം. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജനലുകളും വാതിലുകളുമാണ്. ഈ സിനിമയിലുടനീളം ഇവ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ സമയം കാറിൽ കേൾക്കുന്ന ഓഡിയോ ടേപ്പിൽ മേരിയുടെ ശബ്ദം പറയുന്നു, നിങ്ങളുടെ ബോധമനസ്സ് എന്നത് ഓർമ്മകൾ നിറഞ്ഞ ഒരു മുറിയാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ പരിശീലനം ലഭിക്കാത്ത ഒരു മനസ്സ് സ്വയം സംരക്ഷിക്കാൻ ചില ചുവരുകൾ പടുത്തുയർത്തും. ആ ജനൽ പൂട്ടിയിട്ടില്ല, അതിന്റെ താഴെ തകർന്നിട്ടുമില്ല. നിങ്ങൾ അതിലൂടെ പുറത്തേക്ക് ചുവടുവെക്കാൻ തയ്യാറാണോ? മറുഭാഗത്ത് മേരി ഒരു വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണ്. അവൾ അവിടുത്തെ വാതിലുകളിലൂടെ കടന്നു പോകുമ്പോൾ തികച്ചും ഒറ്റപ്പെട്ടതായി അനുഭവപ്പെടുന്നു. അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അമ്മയും മകളെയും കാണുന്നത് അവളുടെ പഴയ ട്രോമയെ പെട്ടെന്ന് ഉണർത്തുന്നു. അവൾ അവിടെ നിന്നും ഓടി ഒരു ബാക്ക് റൂമിലേക്ക് പോയി സ്വയം മരുന്ന് കഴിക്കുന്നു. ഇത് കാണിക്കുന്നത് ക്ലാർക്ക് മാത്രമല്ല, മേരിയും ഉള്ളിൽ തകർന്ന വ്യക്തിയാണ് എന്നാണ്. രണ്ടുപേരും സ്വന്തം ഓർമ്മകളിൽ വലിയ വേദന ചുമക്കുന്നവരാണ്. ക്ലാർക്ക് മദ്യത്തിലൂടെയും മേരി സ്വന്തമായി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടാബ്ലറ്റുകളിലൂടെയും ആ വേദന മറക്കാൻ ശ്രമിക്കുന്നു. ക്ലാർക്ക് തന്റെ മുറിയിലെ കിടക്കയിൽ ഇരുന്ന് മദ്യപിക്കുകയും TV കാണുകയുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അവൻ കണ്ടുകൊണ്ടിരുന്ന TV പ്രോഗ്രാം പെട്ടെന്ന് മാറി അവിടെ ഒരു CCTV ദൃശ്യം തെളിയുന്നു. അത് ബാക്ക് റൂംസിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളായിരുന്നു. പെട്ടെന്ന് മുറിയിലെ കറണ്ട് പോകുന്നു. ക്ലാർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ബ്രേക്കർ ബോക്സിനടുത്തേക്ക് പോകുന്നു. അപ്പോൾ ചുവരിലെ ഒരു വിടവിലൂടെ പ്രകാശം വരുന്നത് അവൻ കാണുന്നു. അതൊരു വാതിൽ തുറന്നിരിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. എന്നാൽ അതൊരു വാതിലായിരുന്നില്ല, വെറും ഒരു സാധാരണ ചുവരായിരുന്നു. ആശയക്കുഴപ്പത്തിലായ ക്ലാർക്ക് അതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നറിയാൻ തന്റെ ചെവി ചുവരിനോട് ചേർത്ത് വെക്കുന്നു. പെട്ടെന്ന് അവൻ ആ ഖരരൂപത്തിലുള്ള ചുവരിലൂടെ ഉള്ളിലേക്ക് വീഴുന്നു. അവൻ ചെന്ന് വീഴുന്നത് ബാക്ക് റൂംസിലാണ്. തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള ചുവരുകളും മുകളിൽ മിന്നി പറയുന്ന പ്രകാശമുള്ള ലൈറ്റുകളും നടുവിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഫർണിച്ചറുകളുമുള്ള ഒരു വിചിത്രമായ സ്ഥലം. ക്ലാർക്ക് ആ പ്രദേശം അന്വേഷണം ചെയ്യാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ ബാക്ക് റൂംസ്? ബാക്ക് റൂംസ് എന്നത് ഒരു ലിമിനൽ സ്പേസ് ആണ്. പരമ്പരാഗതമായി ലിമിനൽ സ്പേസ് എന്നത് ഇടയിലുള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെയും നിങ്ങൾ പോകുന്ന സ്ഥലത്തെയും വേർതിരിക്കുന്ന ഒരു ഇടനാഴി, ഒരു കോവണിപ്പടി, ആളില്ലാത്ത ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം പോലെയുള്ളവ. ലിമിനൽ സ്പേസ് എന്നത് ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് തികച്ചും ഭയാനകമോ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതോ ആയി തോന്നും. ഈ ബാക്ക്ഗ്രൗണ്ട്സിന്റെ അവസ്ഥയും അതുതന്നെയാണ്. ഈ വിചിത്ര ലോകത്ത് അവനെ കാത്തിരിക്കുന്നത് എന്താണ്? ക്ലാർക്ക് അവിടെ കിടന്ന ഒരു കസേര എടുത്തു നോക്കുന്നു. അത് യഥാർത്ഥത്തിൽ 2 കസേരകൾ പരസ്പരം ഒന്നിച്ചുകൂടിയ നിലയിലായിരുന്നു. അതായത് അത് അവന്റെ കടയിൽ നിന്നെടുത്ത ഫർണിച്ചർ അല്ല, മറിച്ച് ഈ ബാക്ക് റൂം സ്വയം നിർമ്മിച്ചെടുത്തതാണ്. അവൻ വിചിത്രമായി രൂപകൽപ്പന ചെയ്ത മുറികളിലൂടെയും ഇടനാഴികളിലൂടെയും നടക്കുന്നു. അവിടെയുള്ള എല്ലാം എവിടെയോ തെറ്റിയതുപോലെ തോന്നി. ക്ലാർക്ക് നടന്നു നീങ്ങുമ്പോൾ 50 വ്യത്യസ്ത ഭാഷകളിൽ ആശംസകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുഹാമനുഷ്യന്റെ സ്റ്റാൻഡി അവൻ കാണുന്നു. ഇത് യഥാർത്ഥത്തിൽ 1977 ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച വോയേജർ ഗോൾഡൻ റെക്കോർഡുകളിൽ നിന്നുള്ള അതേ ശബ്ദരേഖയാണ്. ബഹിരാകാശത്ത് ബുദ്ധിയുള്ള ഏതെങ്കിലും അനുഗ്രഹ ജീവികളെ കണ്ടെത്താനായാണ് ഇത് ലക്ഷ്യമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ശബ്ദം ഈ ബാക്ക്ഗ്രൗണ്ട്സിലാണ് കേൾക്കുന്നത്. തുടർന്ന് തന്റെ TV സ്ക്രീൻ കണ്ട അതേ മുറി അവൻ കണ്ടെത്തുന്നു. മുകളിലെ ചുവരിൽ ആ CCTV ക്യാമറയുമുണ്ട്. അവിടെ ഒളിപ്പിച്ചു വെച്ച ഒരു പാനലിനുള്ളിൽ അവൻ ഒരു ബാഗ് കണ്ടെത്തുന്നു. അതിൽ നിറയെ ടേപ്പുകളും ഫ്ലോപ്പി ഡിസ്കുകളും ഒരു ID കാർഡും ഉണ്ടായിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ പിടിയിലായ ആ മനുഷ്യന്റെ ഗവേഷണ ബാഗാണിതെന്ന് നമുക്ക് ഊഹിക്കാം. ക്ലാർക്ക് മറ്റൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ കസേര കാണുന്നു. അവിടെ തറയിലൂടെ പാതി തുളച്ചു കയറിയ നിലയിൽ ചില ഷൂസുകൾ അവൻ കാണുന്നു. ഇത് യഥാർത്ഥത്തിൽ അവന്റെ അസിസ്റ്റന്റ് മാനേജറായ കാറ്റും ബോബിയും നേരത്തെ പരസ്യ ചിത്രീകരണ സമയത്ത് ധരിച്ചിരുന്ന അതേ ഷൂസുകളാണ്. അതിനടുത്ത് തന്നെ ഒരു തത്തയും കാണാം. അതൊരു യഥാർത്ഥ തത്തയല്ല, നേരത്തെ പരസ്യത്തിൽ ക്ലാർക്കിന്റെ തോളിലിരുന്ന അതേ സ്റ്റഫ് ചെയ്ത തത്തയാണ്. ഈ സ്ഥലം അവന്റെ ഓർമ്മകളെ വലിച്ചെടുക്കുകയാണോ? ആ മുറിയുടെ നടുവിലായി തറയിൽ വലിയൊരു ദ്വാരമുണ്ട്. അതിലേക്ക് ഒരുപാട് കസേരകൾ വലിച്ചെറിഞ്ഞതായി കാണാം. പെട്ടെന്ന് ക്ലാർക്ക് ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗുഹാമനുഷ്യന്റെ സ്റ്റാൻഡി ഒരു വലിയ ഇരുണ്ട രൂപം വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നു. രാക്ഷസൻ അവിടെ എത്തിയിരിക്കുന്നു. ക്ലാർക്ക് ജീവനും കൊണ്ട് ഓടുന്നു. ഭാഗ്യവശാൽ അവൻ പുറത്തേക്കുള്ള വഴി കണ്ടെത്തുന്നു. ഇതൊരു സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചതാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനുമായി അവൻ അവിടെ നിന്നും ഒരു കസേര കൂടി എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ചാടുന്നത്. ഇതിനിടയിൽ മറ്റെവിടെയോ വെളുത്ത സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യൻ CCTVയിലൂടെ ക്ലാർക്ക് ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നു. ആരാണ് ഈ നിഗൂഢനായ മനുഷ്യൻ? ക്ലാർക്ക് നേരെ പോകുന്നത് തന്റെ തെറാപ്പിസ്റ്റായ മേരിയെ കാണാനാണ്. അവൻ അവളോട് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും 5150 ചെയ്തിട്ടുണ്ടോ? 5150 എന്നത് 72 മണിക്കൂർ നേരത്തേക്ക് ഒരാളെ നിർബന്ധിതമായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കുന്നതിനുള്ള കാലിഫോർണിയൻ ലീഗൽ കോഡാണ്. തനിക്ക് ഭ്രാന്താണെന്ന് അവൾ കരുതുകയാണെങ്കിൽ തന്നെ പൂട്ടിയിടാൻ സാധ്യതയുണ്ടോ എന്ന് അവൻ പരിശോധിക്കുകയാണ്. അവൻ ബാക്ക്റൂംസിനെ കുറിച്ച് അവളോട് പറയുന്നു. അത് വിശദീകരിക്കാൻ അവൻ പാടുപെടുന്നുണ്ട്. അവൻ പറയുന്നു, മുൻപൊരിക്കലും ഒരു നായയെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് നായയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് അവരോട് അതൊന്ന് വരയ്ക്കാൻ പറയുക. അവർ ചില കാര്യങ്ങൾ ശരിയാക്കും, എന്നാൽ എല്ലാം കൃത്യമായിരിക്കില്ല.
അതുപോലെയാണ് ഈ സ്ഥലവും. ആ സ്ഥലം വളരെ വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ താൻ വരച്ച ഒരു മാപ്പ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അവൻ ആ രാത്രിയിൽ മാത്രമല്ല അവിടെ പോയത്. അവൻ മേരിയോട് പറയുന്നു, ഞാൻ മദ്യപിച്ചിട്ട് 3 ദിവസമായി. അതായത് ആദ്യമായി അവൻ ബാക്ക് റൂംസിൽ പോയതിനു ശേഷം കഴിഞ്ഞ 3 ദിവസമായി അവൻ അത് പര്യവേഷണം ചെയ്യുകയും മാപ്പ് തയ്യാറാക്കുകയുമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഈ രഹസ്യം പറയാൻ മേരി മാത്രമാണ് അവനുള്ളത്. എന്നാൽ മേരി അവനെ വിശ്വസിക്കുന്നില്ല. താൻ കൃത്യമായ തെളിവുകളുമായി തിരിച്ചു വരുമെന്നും അന്ന് നീ എന്നോട് മാപ്പ് പറയണമെന്നും അവൻ വാശി പിടിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട നിമിഷമാണ്. കാരണം റോൾ പ്ലേ തെറാപ്പിക്ക് പുറമെ മേരി ക്ലാർക്കിന്റെ ഭാര്യയുടെ ഒരു പകരക്കാരിയായാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്തിനാണ് തന്റെ തെറാപ്പിസ്റ്റിൽ നിന്ന് ഇവൻ ഇത്ര വലിയൊരു മാപ്പും അംഗീകാരവും വേണ്ടത്? അവന്റെ സ്വന്തം ജീവിതം തകർന്നതിലുള്ള കടുത്ത ദേഷ്യവും നിരാശയുമാണ് ഇതിന് കാരണം. ക്ലാർക്ക് നേരെ പോകുന്നത് പരസ്യ ചിത്രീകരണത്തിൽ ഒപ്പമുണ്ടായിരുന്ന തന്റെ ജോലിക്കാരായ കാറ്റിനെയും ബോബിയെയും കൂട്ടാനാണ്. അവിടെ വെച്ച് സിനിമയിലെ ഏറ്റവും മികച്ച ഒരു ഭാഗം ആരംഭിക്കുകയാണ്. വീണ്ടും ക്യാമറ ആംഗിൾ മാറുന്നു. ക്ലാർക്ക് അവരെയും കൂട്ടി ബാക്ക് റൂംസിലേക്ക് പോകുന്നു. അവൻ ബോബിയുടെ ദേഹത്ത് ഒരു കയർ കെട്ടിയിട്ട് ആ വലിയ ദ്വാരത്തിലേക്ക് ഇറങ്ങാൻ പറയുന്നു. കാരണം ക്ലാർക്ക് ഇവരെ കൊണ്ടുവന്നതിന്റെ യഥാർത്ഥ കാരണം അവന് തെളിവ് വേണം. എന്നാൽ സ്വന്തമായി താഴേക്ക് പോകാൻ അവന് നല്ല ഭയമുണ്ട്. അതിനാൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് പരിശോധിക്കാൻ അവൻ ഈ രണ്ടുപേരെയും കരുക്കളായി ഉപയോഗിക്കുകയാണ്. താഴെ അപകടകാരിയായ ഒരു രാക്ഷസനുണ്ടെന്ന കാര്യം അവൻ അവരോട് പറഞ്ഞിട്ടുമില്ല. ക്ലാർക്ക് എത്രത്തോളം സ്വാർത്ഥനാണെന്ന് ഇത് കാണിക്കുന്നു. ബോബി താഴേക്ക് ഇറങ്ങുന്നു. അവിടെ കുറേ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അവൻ കാണുന്നു. അതിൽ ക്ലാർക്ക് ധരിച്ചിരിക്കുന്ന അതേ ടീഷർട്ടിൻ്റെ ഒരു പകർപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ബോബി ആ ഇരുണ്ട മുറിയിൽ എന്തോ അനങ്ങുന്നത് കാണുന്നു. അത് ആ രാക്ഷസനായിരുന്നു. അവൻ വേഗത്തിൽ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. അവൻ മുകളിലെത്തിയെങ്കിലും അവർ അവൻ്റെ ശരീരത്തിലെ കയറഴിക്കുന്നതിന് മുൻപേ ആ രാക്ഷസൻ അവനെ ശക്തിയായി താഴേക്ക് വലിക്കുന്നു. ആ കയർ ഒരു കട്ടിലുമായി കെട്ടിയിട്ടിരുന്നതിനാൽ കട്ടിൽ വലിക്കപ്പെടുകയും അതിൻ്റെ ഇടിയേറ്റ് ക്ലാർക്കും കാറ്റും താഴെ ബേസ്മെന്റിലേക്ക് വീഴുകയും ചെയ്യുന്നു. അവർ താഴെ വീഴുമ്പോൾ കാണുന്നത് ബോബിയെ ആ രാക്ഷസൻ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതാണ്. അവിടെ മുഴുവൻ രക്തം പടർന്നിരുന്നു. പിന്നീട് ബോബിയെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. കാറ്റ് അലറി കരഞ്ഞുകൊണ്ട് അവന് പിന്നാലെ പോകുന്നു. എന്നാൽ സമർത്ഥനായ ക്ലാർക്ക് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. തുടർന്ന് ക്ലാർക്ക് ഓടുന്നതിൻ്റെ വിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിചിത്രമായ വസ്തുക്കൾ, കൂട്ടിയിട്ടിരിക്കുന്ന ഫർണിച്ചറുകൾ, അസാധാരണമായ ആകൃതിയിലുള്ള മുറികൾ എന്നിവയിലൂടെ അവൻ ഓടുകയാണ്. കയ്യിൽ പിടിച്ചിരിക്കുന്ന ക്യാമറയിലൂടെയുള്ള ഈ ഓട്ടം വളരെ ഭയാനകമാണ്. എവിടെ നിന്നാണ് രാക്ഷസൻ ചാടി വരികയെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ക്ലാർക്ക് ഓടി ഒരു ഇരുണ്ട മുറിയിലെത്തുന്നു. അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. കസേരയിലിരിക്കുന്ന പാതി രൂപപ്പെട്ട ഒരു മനുഷ്യൻ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്നു. വിചിത്ര രൂപമുള്ള ഒരു സ്ത്രീ ഒരു സോംബിയെ പോലെ ആ മരത്തിന് ചുറ്റും നടന്ന് ക്ലാർക്കിനെ വേട്ടയാടാൻ വരുന്നു. ക്ലാർക്ക് അവിടെ നിന്നും ഓടി പൂളുകളുള്ള മുറികളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ചുവരിനപ്പുറത്ത് നിന്ന് ക്യാറ്റ് അലറുന്നത് അവൻ കേൾക്കുന്നു. ക്യാറ്റിന് ക്ലാർക്കിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ക്ലാർക്കിന് അതൊരു വെറും ചുവരായി മാത്രമാണ് കാണാൻ കഴിയുന്നത്. ക്ലാർക്ക് അവളെ സഹായിക്കാനായി ക്യാമറ താഴെ വയ്ക്കുന്നു. ക്യാമറ താഴെ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിഭയാനകമായ ഒരു കാഴ്ചയാണ്. വളരെ ഉയരമുള്ള ഒരാൾ ആ ക്യാമറ എടുക്കുന്നു. അത് നേരത്തെ കണ്ട ആ ഭീമൻ രാക്ഷസനാണ്. ക്യാറ്റ് ക്ലാർക്കിനോട് പുറകിലേക്ക് നോക്കാൻ അലറുന്നു. കഥയുടെ 2ാം പകുതി തെറാപ്പിസ്റ്റായ മേരിയെ കേന്ദ്രീകരിച്ചാണ്. നമ്മൾ അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നു. അവൾ വളർന്ന വീട് തികച്ചും അവഗണിക്കപ്പെട്ട സാധനങ്ങൾ കുത്തി നിറച്ചൊരു വീടായിരുന്നു. ജനലുകൾ മുഴുവൻ കടലാസ് കൊണ്ട് മൂടിയിരിക്കുന്നു. ചെറിയ മേരി ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് വാതിൽ തുറക്കാൻ പോകുന്നു. അപ്പോൾ അവളുടെ അമ്മ അവളെ തടയുകയും ശകാരിക്കുകയും ചെയ്യുന്നു. നീ പുറത്തു പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല, അത് നല്ലതല്ല. അവർ എല്ലാ സ്ഥലത്തുമുണ്ട്. ഈ ഫ്ലാഷ് ബാക്കുകൾ മേരിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്തകളുമായും അവളുടെ ജനലുകളോടുള്ള ഒബ്സഷനുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അവളുടെ പുസ്തകത്തിന്റെ പേരും ജീവിത തത്വചിന്തയും ഇതിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പെട്ടെന്ന് ഒരു കൺസ്ട്രക്ഷൻ വാഹനം അവളുടെ കുട്ടിക്കാലത്തെ ആ വീടിന്റെ ചുവർ തകർത്ത് അകത്തേക്ക് വരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. മുതിർന്ന മേരി തൻ്റെ കിടക്കയിൽ ഉണരുന്നു. അവളുടെ ബെഡ് സൈഡ് ടേബിളിൽ കുട്ടിക്കാലത്തെ ആ സിമന്റ് കൈപ്പത്തിയുടെ കഷ്ണമുണ്ട്. അവളുടെ സ്വപ്നങ്ങളും ആ കൈപ്പത്തിയും കാണിക്കുന്നത് അവൾ തൻ്റെ ഭൂതകാലത്തിലെ ഓർമ്മകളെയും ട്രോമകളെയും എത്രത്തോളം മുറുകെ പിടിക്കുന്നു എന്നാണ്. അവൾ തൻ്റെ ആൻസറിംഗ് മെഷീൻ നോക്കുമ്പോൾ അതിൽ ക്ലാർക്കിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ പറയുന്നു, ഞാൻ ജനൽ തുറന്നു, ഞാൻ ഇനി മടങ്ങി വരില്ല. മേരിയുടെ പുസ്തകത്തിൻ്റെ പേര് ദ വിൻഡോ വിത്തിൻ എന്നാണ്. അത് ജനൽ തുറക്കാൻ പറയുന്നു. ക്ലാർക്ക് ആ ബാക്ക്ഗ്രൗണ്ട്സ് കണ്ടെത്തിയതിലൂടെ തൻ്റെ ജീവിതത്തിലെ ജനൽ തുറന്നു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ ഇനി അവിടെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ക്യാമറ പഴയ സയൻറ്റിസ്റ്റിനെ കാണിക്കുന്നു. അവൻ തൻ്റെ കുടുംബത്തോടൊപ്പം ടി വിയിൽ ദ നെവർ എൻഡിങ് സ്റ്റോറി കാണുകയാണ്. അപ്പോൾ ടി വിയിൽ ക്യാപ്റ്റൻ ക്ലാർക്കിൻ്റെ പരസ്യം വരുന്നു. നേരത്തെ CCTVയിൽ കണ്ട ക്ലാർക്കിനെ അവൻ തിരിച്ചറിയുന്നു. മേരി ക്ലാർക്കിൻ്റെ ഫർണിച്ചർ കടയിൽ എത്തുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. കത്തുകൾ വന്ന് കുന്നുകൂടി കിടക്കുന്നു. ക്ലാർക്കിനെ കാണാതായിട്ട് കുറച്ച് നാളുകളായി എന്ന് ഇത് സൂചിപ്പിക്കുന്നു. അവൾ ഒരു വൈറ്റ് ബോർഡിൽ അവൻ വരച്ച ബാക്ക് റൂംസിൻ്റെ മാപ്പും ചുവരിൽ അവൻ വരച്ചു വെച്ച ഒരു വാതിലും കാണുന്നു. ഒരു ഈച്ച ആ ചുവരിലെ വാതിലൂടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ബാക്ക് റൂംസിലേക്ക് പോകുന്നു. അവൾ അവിടെ വലിയൊരു ചുമർ ചിത്രം കാണുന്നു. അതിൽ മേശകളിൽ നിന്ന് ചോര വരില്ല എന്നെഴുതിയിരിക്കുന്നതും അവൾ കാണുന്നു. മറ്റൊരു ഭീമൻ ഒരാളെ ജനലിനടുത്തേക്ക് ഉയർത്തുന്ന ചിത്രവുമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഫ്ലോർ പ്ലാൻ വീണ്ടും മാറി. ആരാണ് പ്ലാനുകളിൽ ഒപ്പിട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ കൈയക്ഷരം എൻ്റേതുപോലെ തോന്നുന്നു. പെട്ടെന്ന് മേരിക്ക് പുറകിലായി ക്ലാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവൻ ഒരു മൂലയിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു.
അവൻ മുന്നോട്ട് വന്ന് പറയുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും ഇതാണ്. മേരി അവനോട് ചോദിക്കുന്നു അവൻ എത്ര നാളായി ഇവിടെ ഉണ്ടെന്ന്. എന്നാൽ അവന് മറുപടി പറയാൻ കഴിയുന്നതിന് മുൻപ് ചില കാൽച്ചുവടുകളുടെ ശബ്ദം കേൾക്കുന്നു. ക്ലാർക്ക് പറയുന്നു, ശാന്തമാകൂ, ഇത് ഞാൻ മാത്രമാണ്, നിനക്ക് എന്നെ അറിയാമല്ലോ. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ക്ലാർക്ക് മേരിയെ പുറകിൽ നിന്ന് കടന്നു പിടിച്ച് അവളുടെ കഴുത്തിൽ ഞെരിക്കുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നു. അവൻ അവളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു, ഇത് നിന്റെ സ്വന്തം നന്മയ്ക്കാണ്. മേരി ബോധരഹിതയായി കിടക്കുകയാണ്. ഈ അവസ്ഥയിലും അവൾ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നു. അവൾ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലെ ജനലികളിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ അവളുടെ അമ്മയെ വീൽചെയറിൽ ദൂരേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ ചെറിയ മേരിയെ അവളുടെ സ്വന്തം വീടിൻ്റെ ഒരു കോണിൽ കാണുന്നു. ക്യാമറ സാവധാനം തറയിലൂടെ താഴേക്ക് നീങ്ങുകയാണ്. ബാക്ക് റൂംസ് പതിപ്പിലുള്ള അവളുടെ വീട് നശിച്ചുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഒന്നൊന്നായി താഴേക്ക് കാണാം. ഇത് കാണിക്കുന്നത് ബാക്ക് റൂംസ് എന്നത് ആവർത്തിക്കപ്പെടുന്ന ഒരു ട്രോമയുടെ പ്രതീകമാണ് എന്നാണ്. ഓർമ്മകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, പക്ഷെ അതിൻ്റെ വ്യക്തത കുറഞ്ഞു വരുന്നു. അത് അവളുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ഓർമ്മകളിൽ നിന്ന് അവൾ ഉണരുമ്പോൾ അവളെ കാത്തിരിക്കുന്നത് ഇതിലും വലിയൊരു കെണിയാണ്. മേരി ഒരു അടുക്കളയിലെ മേശയുടെ അടുത്ത് കസേരയിൽ കെട്ടിയിട്ട അവസ്ഥയിൽ ഉണരുന്നു. അവളുടെ മുന്നിൽ ക്ലാർക്കുണ്ട്. മുൻപ് മേരി പറഞ്ഞ അതേ വാക്കുകൾ ക്ലാർക്ക് ഇപ്പോൾ ആവർത്തിക്കുന്നു. ആവർത്തിക്കപ്പെടുന്ന പാറ്റേണുകളെക്കുറിച്ചും പെരുമാറ്റങ്ങളെക്കുറിച്ചും ഒടുവിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനെക്കുറിച്ചും അവൻ സംസാരിക്കുന്നു. ഇത് വളരെ വിചിത്രവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമായ ഒരു രംഗമാണ്. ക്ലാർക്കിനൊപ്പം വിചിത്രമായ 3 അനുകരണ രൂപങ്ങളുണ്ട്. ഇതൊരു വിചിത്രമായ ഫാമിലി ഡിന്നർ പോലെയാണ്. ക്ലാർക്ക് ഈ ആളുകളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഈ സ്ഥലം അവരെ നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ ഓർമ്മിച്ചെടുത്തതാണ്. ഒരു കാര്യത്തെ ഈ സ്ഥലം എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം അതിന്റെ ക്വാളിറ്റിയും കുറയും. മേരിയുടെ വീടിന്റെ ലെവലുകൾ കണ്ടതുപോലെ തന്നെയാണിത്. ക്ലാർക്ക് പറയുന്നു, ഇവർ യഥാർത്ഥ ലോകത്തുള്ള മനുഷ്യരുടെ തെറ്റായ ഓർമ്മകളാണ്. പുറത്ത് ഇതേ ഷർട്ടിട്ട ഒരു മനുഷ്യനുണ്ട്. വിളക്കിന് താഴെ ഒരു പാതി മനുഷ്യനുണ്ട്. അവൻ ആ ചുവന്ന മുടിയുള്ള സ്ത്രീയെ നോക്കുന്നു, പക്ഷെ ഒന്നും പറയാതെ നോട്ടം മാറ്റുന്നു. കാരണം ആ ഓർമ്മ ആരുടേതാണെന്ന് ക്ലാർക്കിന് കൃത്യമായി അറിയാം. ആ ചുവന്ന മുടിയുള്ള എൻറ്റിറ്റി യഥാർത്ഥത്തിൽ ക്ലാർക്കിന്റെ ഭാര്യയുടെ ഒരു പതിപ്പാണെന്ന് നമുക്ക് അനുമാനിക്കാം. അവർക്ക് വേദന അറിയില്ലെന്ന് പറഞ്ഞ് ക്ലാർക്ക് ഒരു കത്തിയെടുത്ത് കുത്തുന്നു. എന്നാൽ അവൻ അനങ്ങുന്നു പോലുമില്ല. ഇവർ ഫർണിച്ചർ പോലെയാണെന്ന് ക്ലാർക്ക് പറയുന്നു. ചുവർ ചിത്രത്തിലെ ടേബിൾസ് ഡോണ്ട് ബ്ലീഡ് എന്ന വരി ഓർക്കുക. അവൻ ഉദ്ദേശിച്ച മേശകളെയല്ല, ഇവിടെയുള്ള മനുഷ്യരെയാണ്. അപ്പോൾ അവൻ ആരും പ്രതീക്ഷിക്കാതെ ഒരു കാര്യം പറയുന്നു, ഇതിലെ ഏറ്റവും മികച്ച കാര്യം, നിനക്ക് ഇവരെ തിന്നാം. അവൻ ആ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് 3 പങ്ക് മുറിച്ചെടുക്കുന്നു. ആ മനുഷ്യൻ അനങ്ങുന്നു പോലുമില്ല. അവൻ ആ വെളുത്ത കൊഴുപ്പ് പോലെയുള്ള സാധനം പ്ലേറ്റിലേക്ക് വെക്കുന്നു. ക്ലാർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ അവൻ്റെ അസിസ്റ്റന്റ് മാനേജറായ കാറ്റിൻ്റെ തലയിരിക്കുന്നത് കാണാം. ക്ലാർക്ക് പറയുന്നു, ഞാൻ അവളെ സഹായിക്കാൻ നോക്കിയതാണ്. അവൻ കാട് കയറി സംസാരിക്കുന്നു. അവളെ ആ രാക്ഷസനാണോ കൊന്നത്, അതോ ക്ലാർക്കാണോ? ക്ലാർക്കിന് പൂർണ്ണമായും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇതൊരു പെട്ടെന്നുള്ള മാറ്റമാണ്. എന്നാൽ അവൻ മാസങ്ങളായി ഇവിടെ ഉണ്ടാകാം. ഇവിടെ സമയം വ്യത്യസ്തമായാണ് നീങ്ങുന്നത്. ക്ലാർക്ക് ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടിരുന്നതിന് കാരണമുണ്ട്. അവൻ പണ്ടേ മാനസികമായി അസ്ഥിരനായിരുന്നു, അല്ലെങ്കിൽ അത് കോടതി ഉത്തരവ് പ്രകാരമായിരുന്നിരിക്കാം, നമുക്കറിയില്ല. ക്ലാർക്കിന്റെ മാനസിക നില തെറ്റിയിരിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പാണ്. അവനിപ്പോൾ ആ മാപ്പ് വേണം. മേരി അതിന് ശ്രമിക്കുമ്പോൾ അവൻ പറയുന്നു, വേണ്ട, എനിക്കത് പതുക്കെ വേണം, റോൾ പ്ലേയിലൂടെ വേണം. അവൻ ആ എൻറ്റിറ്റിയുടെ തലയിലെ ചുവന്ന മുടി ചെത്തിയെടുത്ത് മേരിയുടെ തലയിൽ വെക്കുന്നു. അവളോട് ഭാര്യയായി അഭിനയിക്കാൻ പറയുന്നു. ക്ലാർക്ക് മേരിയോട് അലറാൻ തുടങ്ങുന്നു, താൻ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് ഭാര്യയോട് പറയുന്നത് പോലെ. എന്നാൽ മേരി ആ വിഗ് തലയിൽ നിന്ന് മാറ്റിയിട്ട് പറയുന്നു, നിന്റെ ഭാര്യ നിന്നെ ഇട്ട് പോയത് നിന്റെ മദ്യപാനമോ ദേഷ്യമോ കൊണ്ടല്ല, നിന്റെ ഈ പരാതി പറച്ചിൽ കൊണ്ടാണ്. ഒന്നിനും നീ ഉത്തരവാദിയല്ല. നീ നിന്റെ ബ്രെയിനെ കുറ്റം പറയുന്നു. നീ തന്നെയാണ് നിന്റെ ബ്രെയിൻ. ക്ലാർക്ക് പറയുന്നു, തനിക്ക് മാറാൻ താല്പര്യമില്ലെന്നും താൻ ഇവിടെയാണ് ജീവിക്കേണ്ടതെന്നും. മേരി പറയുന്നു, എങ്കിൽ അങ്ങനെ ആകട്ടെ, എന്നെ വിട്ടേക്ക്. തനിക്ക് അവനെ മാറ്റാൻ കഴിയില്ലെന്ന് മേരി സമ്മതിക്കുന്നു. ഈ രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേരും തങ്ങളുടെ അതിർവരമ്പുകൾ മറികടക്കുന്ന നിമിഷമാണിത്. ക്ലാർക്ക് സ്വയം മാറാൻ വിസമ്മതിക്കുന്നു. മേരി അവനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് സമ്മതിക്കുന്നു. ക്ലാർക്ക് മേരിയുടെ ഒരു കയ്യിലെ കെട്ടഴിച്ചു കൊടുത്ത് മാപ്പ് ചോദിക്കുന്നു. ആ സമയം ഭാര്യയുടെ ആ രൂപം എന്തോ ശബ്ദം കേട്ട് ഭയന്ന് ഓടിപ്പോകുന്നു. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ആ ഭീമാകാരമായ രാക്ഷസൻ വരുന്നു. അത് മറ്റാരുമല്ല, ക്ലാർക്കിന്റെ തന്നെ വലിയ വികൃതമായ ഒരു രൂപമായിരുന്നു, അവന്റെ സുൽത്താൻ വേഷത്തിൽ. അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ക്ലാർക്ക് മേരിയെ പരിചയപ്പെടുത്തുന്നു. ഇത് നമ്മുടെ തെറാപ്പിസ്റ്റാണ്, പേടിക്കേണ്ട, നമ്മൾ മാറേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ആ ഭീമൻ രാക്ഷസൻ ക്ലാർക്കിനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ എടുക്കുന്നു. ക്ലാർക്ക് പറയുന്നു, നമ്മുടെ വയറിങ് ഇങ്ങനെയാണ്. ഉടനെ ആ രാക്ഷസൻ ക്ലാർക്കിനെ കടിച്ചു കൊല്ലുന്നു. അവന്റെ നിലവിളി കേട്ട് മേരി കെട്ടഴിച്ച് ഓടുന്നു. ആ രാക്ഷസൻ മേരിയെ ഓടിക്കുകയാണ്. അവൾ പല മുറികളിലൂടെയും ഓടി ഒടുവിൽ ചുവരുകളില്ലാത്ത മുറികൾ മാത്രം അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ടവറിന്റെ മുകളിൽ എത്തിപ്പെടുന്നു. ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് അതിശയകരമായ രീതിയിലാണ്. ഉയരങ്ങളെ പേടിയുള്ളവർക്ക് ഇത് വലിയ ഫിസിക്കൽ റിയാക്ഷൻ നൽകും. നിങ്ങളുടെ കാലുകൾ കുഴയുന്നത് പോലെ തോന്നും. മേരി ഗോവണി കയറി മുകളിലെ മേൽക്കൂരയിലുള്ള വാതിലിലൂടെ കടന്ന് ക്ലാർക്കിന്റെ ഫർണിച്ചർ കടയുടെ ബാക്ക് റൂംസ് പതിപ്പിൽ എത്തിച്ചേരുന്നു. അവിടെ ഒരു ഗുഹാമനുഷ്യന്റെ സ്റ്റാൻഡിയും നീല ഗ്യാസ് ടാങ്കുകളും കാണും. ആ രാക്ഷസനുമായി പോരാടുന്നതിനിടയിൽ മേരി അവിടെയുള്ള ട്രാപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ ഗുഹാമനുഷ്യന്റെ സ്റ്റാൻഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അവരെ സ്വാഗതം ചെയ്യാനല്ല, കെണിയിലേക്കാണ്. ഗ്യാസ്
പുറത്തു വരുന്നു. അത് മേരിയെയും രാക്ഷസനെയും ബാധിക്കുന്നു. രാക്ഷസൻ മേരിയുടെ മുകളിലേക്ക് വീഴുമ്പോൾ അവൾ തൻ്റെ പോക്കറ്റിലുള്ള ആ സിമന്റ് കൈപ്പത്തിയുടെ കഷ്ണമെടുത്ത് അവൻ്റെ മുഖത്ത് ക്രൂരമായി അടിക്കുന്നു. ചോര തെറിച്ചിട്ടും രാക്ഷസൻ പിന്മാറുന്നില്ല. ഒടുവിൽ ആ സിമന്റ് കഷ്ണം പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകുന്നതുവരെ അവൾ അടിക്കുന്നു. ആ വലിയ രാക്ഷസന് വരാൻ പറ്റാത്ത ഒരു ചെറിയ ഇടനാഴിയിലേക്ക് അവൾ ഒളിക്കുന്നു. അവൾ പുറകോട്ട് നോക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരു സഹതാപമുണ്ട്. ക്ലാർക്കിനെ രക്ഷിക്കാൻ കഴിയാത്തതിലുള്ള സങ്കടം, തൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയാത്തതുപോലെ. അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ സ്യൂട്ടിട്ട കുറച്ചുപേർ വന്ന് അവൾക്ക് നേരെ ഗ്യാസ് അടിച്ച് അവളെ പിടികൂടുന്നു. മേരി ഉണരുമ്പോൾ ഒരു വലിയ പോർട്ടലിന് മുന്നിലാണ്. അവളിപ്പോൾ ബാക്ക് റൂംസിന്റെ വെളിയിലാണ്. ഒരു വലിയ ഫെസിലിറ്റിയിൽ വെച്ച് അവളുടെ ബ്രെയിൻ സ്കാൻ ചെയ്യുന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ആ ഭീമൻ രാക്ഷസൻ ക്ലാർക്കിനെ അവർ ഒരു റൂമിൽ കിടത്തിയിരിക്കുന്നത് അവൾ കാണുന്നു. തുടർന്ന് ഒരു ഇന്റർവ്യൂ റൂമിൽ വെച്ച് അവൾ ഫിൽ എന്ന ആ സയന്റിസ്റ്റിനെ കാണുന്നു. ഇത് നമ്മൾ അവനെ 3ാമത്തെ തവണയാണ് കാണുന്നത്. അവൻ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇതിനുള്ളിൽ കയറിയത്? ഒരു ഫർണിച്ചർ കടയുടെ ചുവരിലൂടെ, മേരി പറഞ്ഞു. അവൻ ക്യാപ്റ്റൻ ക്ലാർക്കിന്റെ കടയുടെ ചിത്രം കാണിച്ച് അത് സ്ഥിരീകരിക്കുന്നു. നിങ്ങൾ അവിടെ ഷോപ്പിങ്ങിന് വന്നതാണോ? മേരി പറഞ്ഞു, ഞാൻ ഒരാളെ തിരക്കി വന്നതാണ്. അവൻ ക്ലാർക്കിന്റെ CCTV ചിത്രം കാണിച്ച് ചോദിക്കുന്നു, ഈ മനുഷ്യനെയാണോ? എന്നാൽ മേരി തിരിച്ചു ചോദിക്കുന്നു, ഞാനിപ്പോൾ എവിടെയാണ്? ഫിൽ പറയുന്നു, എന്റെ കമ്പനി മുൻപ് MRI മെഷീനുകൾ നിർമ്മിക്കുന്നവരായിരുന്നു, ഇപ്പോൾ അതില്ല. താനും ബാക്ക് റൂംസിൽ പോകാറുണ്ടെന്നും അതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നും അവൻ സമ്മതിക്കുന്നു. അവൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ചരിത്രത്തിലോ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നും സംഭവിച്ചിട്ടില്ല. മേരി ചോദിക്കുന്നു, അവൾക്കിനി എന്ത് സംഭവിക്കുമെന്ന്. ഫിൽ പറയുന്നു, ആ തീരുമാനം എൻ്റെ കൈകളിലല്ല. അവൻ ബാക്ക് റൂംസിനെ കുറിച്ചും എല്ലായിടത്തും വാതിലുകൾ തുറക്കുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മേരിയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി തെളിയുന്നു. താൻ ഇനി ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അവസാന ദൃശ്യങ്ങളിൽ മേരിയുടെ തകർന്ന കുട്ടിക്കാല വീട് കാണാം. എന്നാൽ അവിടെ ആ സിമന്റ് കൈപ്പത്തികൾ തിരികെ വന്നിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട്സ് നിർമ്മിച്ചെടുത്ത ആ വീടിന്റെ ഓർമ്മയാണ്. കാറ്റിന്റെയും ബോബിയുടെയും മിസ്സിംഗ് പോസ്റ്ററുകളും അവരുടെ വീടുകളും ക്ലാർക്കിന്റെ കടയുടെ ബാക്ക് റൂംസ് പതിപ്പുകളും നമ്മൾ കാണുന്നു. ഒടുവിൽ മേരിയെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്ത അതേ റൂംസിന്റെ ബാക്ക് റൂംസ് പതിപ്പ് കാണാം. അവിടെ ആ കസേരയിൽ മേരി ഇരുന്നത് പോലെ വികൃതമായി തെറ്റായി രൂപപ്പെട്ട ഒരു ജീവി ഇരിക്കുന്നു. അത് മേരിയുടെ തന്നെ ഒരു മിസ് റിമെമ്പറുടെ രൂപമായിരുന്നു. അതോടെ സിനിമ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.